നമസ്കാരം. സ്പെഷ്യൽ റിപ്പോർട്ടിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എന്താണ് ജനാധിപത്യമെന്ന് CPM-നും BJP-ക്കും ക്ലാസ് എടുക്കേണ്ട ഗതികേടിലാണ് നമ്മുടെ കേരളം. ജനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ ജനങ്ങളിൽ നിന്നും ഒരാളെ തിരഞ്ഞെടുക്കുന്ന ജനാധിപത്യമെന്ന മഹത്തായ പ്രക്രിയ. എന്നാൽ ആ പ്രക്രിയയെ അപ്പാടെ തകർക്കുന്ന ഗുണ്ടാരാജിലേക്ക് കേരളത്തിലെ CPM നേതൃത്വം ഇപ്പോൾ എത്തുകയാണ്. പഞ്ചായത്തിലും നഗരസഭയിലുമെല്ലാം എതിർ സ്ഥാനാർത്ഥികളെ ഭീഷണിപ്പെടുത്തി സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ ആവശ്യപ്പെടുന്നു. ഇനി അതുമല്ല എങ്കിൽ നിങ്ങളെ ഞങ്ങൾക്ക് കൊല്ലേണ്ടി വരുമെന്ന് പച്ചയ്ക്ക് വിളിച്ചു പറയുന്നു. പണം കൊടുത്ത് സ്വാധീനിക്കാൻ BJP ശ്രമിക്കുമ്പോൾ തട്ടിക്കളയുമെന്ന് പച്ചയ്ക്ക് പറഞ്ഞ് തനി ഗുണ്ടായിസം കാണിക്കുകയാണ് സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിന് നേതൃത്വം നൽകുന്ന പാർട്ടി. വനിതയെന്നോ പ്രായമുള്ളവരെന്നോ വൃദ്ധനെന്നോ ഇല്ലാതെ കത്തി കഴുത്തിൽ വെച്ച് ഭീഷണിപ്പെടുത്തുന്ന തരത്തിൽ CPM പെരുമാറുമ്പോൾ കേരളം ഭരിക്കുന്ന പാർട്ടി ജനാധിപത്യത്തെ കൊല്ലാക്കൊല ചെയ്യുന്നത് നേരിൽ കാണേണ്ട അവസ്ഥയിലാണ് നമ്മൾ ഓരോരുത്തരും. ഏതൊരു തെരഞ്ഞെടുപ്പും നേരിടേണ്ടത് ജനാധിപത്യ രീതിയിലാകണം. എന്നാൽ കേന്ദ്രം ഭരിക്കുന്ന BJP-യും സംസ്ഥാനം ഭരിക്കുന്ന CPM-ഉം അതാണോ സത്യത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്? തിരഞ്ഞെടുപ്പിലെ കനത്ത പരാജയവും തിരിച്ചടിയും മുൻകൂട്ടി കണ്ടുകൊണ്ട് വളരെ ആസൂത്രിതമായ തന്ത്രപരമായ ഒരു സമീപനം CPM കൈക്കൊള്ളുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇതിന്റെ ഭാഗമായിട്ടാണ് സംസ്ഥാനത്ത് ആകമാനം വലിയ അതിക്രമങ്ങൾ അവർ അഴിച്ചുവിടുന്നു. തിരഞ്ഞെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രികയുടെ സൂക്ഷ്മ പരിശോധന വേളയിൽ പോലും പല സ്ഥാനാർത്ഥികളെയും കയ്യേറ്റം ചെയ്യുന്നു. അതുപോലെ തന്നെ അക്രമങ്ങൾ അഴിച്ചുവിടുന്നു. ഭീഷണിപ്പെടുത്തിയ ഉദ്യോഗസ്ഥരെ അടക്കം ഉപയോഗിച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് സ്ഥാനാർത്ഥികളെ പിന്മാറ്റിക്കുന്നു. അത്തരത്തിലൊക്കെയുള്ള ഒരു തന്ത്രപരമായ രാഷ്ട്രീയ സമീപനം CPM കൈക്കൊള്ളുകയാണ്. ഏത് തരത്തിലും തിരഞ്ഞെടുപ്പിനെ വരുതിയിലാക്കുക എന്നുള്ള ആസൂത്രിതമായ ലക്ഷ്യത്തോടു കൂടിയാണ് CPM ഇത്തരത്തിലുള്ള അക്രമ പരമ്പരകൾ തന്നെ സംസ്ഥാനത്ത് ഉടനീളം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നടത്തിയത്. കണ്ണൂരിലും പാലക്കാടും പത്തനംതിട്ടയിലും തലസ്ഥാനത്തും അടക്കം ഇത്തരത്തിലുള്ള തെറ്റായ പ്രവണതകളിലൂടെ തെരഞ്ഞെടുപ്പിനെ വരുതിയിലാക്കുവാനുള്ള ഗൂഢതന്ത്രങ്ങൾ CPM-ന്റെ ഭാഗത്ത് നിന്ന് നടക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് പല സ്ഥലത്തും സ്ഥാനാർത്ഥികളെ പോലും മത്സര രംഗത്ത് നിന്ന് പിന്മാറ്റിപ്പിക്കുന്ന നിലയിൽ, ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന നിലയിലുള്ള പ്രവർത്തനങ്ങൾ CPM-ന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ഇത്തരത്തിലുള്ള ഒട്ടനവധി കാര്യങ്ങൾ പല സ്ഥലത്തു നിന്നും നമ്മൾ കാണുവാൻ കഴിഞ്ഞു. ഇന്നും സമാനമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് CPM-ന്റെ ഭാഗത്ത് നിന്നുണ്ടായത്. കൂടുതൽ സ്ഥാനാർത്ഥികളെയൊക്കെ തന്നെ പിന്മാറ്റിപ്പിക്കുന്നതിന് ആസൂത്രിതമായ ഇത്തരത്തിൽ ഗുണ്ടാരാജ് നടപ്പിലാക്കിക്കൊണ്ട് അവരെ പിന്മാറ്റിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ആസൂത്രിതമായ നീക്കമാണ് CPM-ന്റെ ഭാഗത്ത് നിന്ന് കാണുവാൻ കഴിഞ്ഞത്. ഏതായാലും അത്തരത്തിലുള്ള ആ തെറ്റായ പ്രവണതകളെ ശക്തമായി ചെറുക്കുവാൻ തന്നെയാണ് UDF ക്യാമ്പ് തീരുമാനിച്ചിരിക്കുന്നത്. തികഞ്ഞ ആത്മവിശ്വാസത്തോടെ ജനാധിപത്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി UDF ക്യാമ്പ് മുന്നോട്ട് പോകുന്ന കാഴ്ചയും നമുക്ക് സംസ്ഥാനത്ത് കാണുവാൻ കഴിയുന്നുണ്ട്. ഏതായാലും CPM നേരത്തെ തന്നെ ഇത്തരത്തിൽ തങ്ങൾക്ക് ഹിതമല്ലാത്ത, തങ്ങൾക്ക് തിരിച്ചടി നേരിടും എന്ന് ഉറപ്പുള്ള പല മേഖലകളിലും അവർ ഇത്തരത്തിലുള്ള തന്ത്രപരമായ സമീപനങ്ങൾ കൈക്കൊണ്ടു. അത് തന്നെയാണ് നമുക്ക് തലസ്ഥാനത്ത് വൈഷ്ണ സുരേഷിന്റെ കാര്യത്തിൽ കാണുവാൻ കഴിഞ്ഞത്. അവരുടെ സ്ഥാനാർത്ഥിത്വം ഇല്ലാതാക്കുന്നതിന് വേണ്ടി വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് വൈഷ്ണ സുരേഷിനെ വെട്ടിമാറ്റുന്ന ഒരു സമീപനമുണ്ടായി. അതിന് തിരുവനന്തപുരം മേയറുടെ ഓഫീസിലെ 2 ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ചുകൊണ്ടുള്ള ആസൂത്രിതമായ നീക്കം നടത്തി. അത്തരത്തിൽ ഒട്ടനവധി കഥകളായിരുന്നു നേരത്തെ വന്നതെങ്കിൽ ഇപ്പോൾ അക്രമ രാഷ്ട്രീയം ഉപയോഗിച്ചുകൊണ്ട്, അക്രമ പരമ്പരകൾ അഴിച്ചുവിട്ടുകൊണ്ട്, ഭീഷണികൾ നടത്തിക്കൊണ്ട് സ്ഥാനാർത്ഥികളെ സംസ്ഥാനത്താകമാനം പിന്മാറുവാൻ പ്രേരിപ്പിക്കുന്നതിനുള്ള തന്ത്രപരമായ സമീപനമാണ് CPM-ന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന CPM-ന്റെ ഈ നിലപാടിനെതിരെ അതിശക്തമായ വിമർശന ശരങ്ങളാണ് പൊതുസമൂഹത്തിൽ അലയടിക്കുന്നത്. CPM തങ്ങളുടെ ഗുണ്ടാ സ്വഭാവം ഏറ്റവും കൂടുതൽ പുറത്തെടുത്തത് കണ്ണൂർ ജില്ലയിലാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ, CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ജയരാജന്മാരുടെ നാടായ കണ്ണൂരിൽ ഒരു ദാക്ഷിണ്യവുമില്ലാതെ ഭീഷണി സ്വരമുയർത്തി നിർബന്ധിച്ച് പത്രിക തള്ളിക്കുന്നു.
ഉദ്യോഗസ്ഥ വൃന്ദത്തെ കൂട്ടുപിടിക്കുന്നത് മറ്റൊരു തന്ത്രം. മുഖ്യമന്ത്രിയുടെ നാട്ടിൽ ഇതാണ് CPM ചെയ്യുന്നത് എങ്കിൽ മറ്റു ജില്ലകളിൽ CPM എന്തു കാണിക്കുമെന്ന് ചിന്തിക്കാനേ കഴിയില്ല. ആന്തൂർ മുനിസിപ്പാലിറ്റിയിലും മലപ്പട്ടത്തുമാണ് CPM-ന്റെ ഭീഷണിയും മറ്റും അരങ്ങേറിയത്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന നാളെ മുതൽ തന്നെ ഇത്തരത്തിലുള്ള ഭീഷണി ആരംഭിച്ചിരുന്നു. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത് തടയാനുള്ള ശ്രമമുണ്ടായി. പിന്നീട് ആളുകൾ സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിച്ചതോടുകൂടി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച വീടുകൾ തേടിയുള്ള യാത്രയിലായിരുന്നു CPM-ന്റെ പ്രാദേശിക നേതൃത്വം. തുടർന്ന് മലപ്പട്ടത്തും ആന്തൂരിലുമാണ് വ്യാപക തോതിൽ ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചവരെ നേരിൽ കണ്ടുകൊണ്ട് അവരുടെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഇതിനുശേഷം സൂക്ഷ്മ പരിശോധനാ ദിവസം CPM നേതാക്കന്മാർ ഇവരുമായി എത്തുകയും നാമനിർദ്ദേശ പത്രികയിൽ ഒപ്പിട്ടവരെ കാണുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. ഈ ഒപ്പിട്ടവരെ നേരിൽ കൊണ്ട് ഹാജരാക്കിക്കൊണ്ട് അവരോട് ഇത് പിൻവലിക്കാൻ ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതുമാത്രമല്ല ഇത് ഈ തരത്തിലുള്ള ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തോടൊപ്പം തന്നെ ജനങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഭീഷണിയായിരുന്നു അവിടെ അരങ്ങേറിയത്. ഈ നാമനിർദ്ദേശ പത്രികയിൽ പിന്താങ്ങിക്കൊണ്ട് ഒപ്പിട്ടവരെ കൊണ്ട് തങ്ങളല്ല ഒപ്പിട്ടതെന്ന് ഭരണാധികാരിയുടെ മുൻപാകെ കൊണ്ട് എന്ന് പറയിപ്പിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായത്. ഇത്തരത്തിലുള്ളൊരു ആന്തൂരിലാണ് ആദ്യം തന്നെ ഇത് ആരംഭിച്ചിരുന്നത്. ആന്തൂരിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആന്തൂർ മുനിസിപ്പാലിറ്റി CPM-ന് വലിയ മൃഗീയ ഭൂരിപക്ഷമുള്ള സ്ഥലമാണ്. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷയുടെ നാടാണ്. അതുകൊണ്ട് തന്നെ അവിടെ കോൺഗ്രസിന് കൂടുതൽ സ്ഥാനാർത്ഥികൾ ഉണ്ടാവാതിരിക്കാനുള്ള ശ്രമമായിരുന്നു CPM-ന്റെ പ്രാദേശിക നേതൃത്വം നടത്തിയിരുന്നത്. ആന്തൂരിൽ ആദ്യം നാമനിർദ്ദേശ പത്രിക കൊടുത്തവരെ പിൻവലിപ്പിക്കാൻ ശ്രമിച്ചു. പിന്നീട് സ്ഥാനാർത്ഥിയെ തട്ടിക്കൊണ്ടുവന്ന സാഹചര്യമുണ്ടായി. സ്ഥാനാർത്ഥിയെ തട്ടിക്കൊണ്ടുപോയി ഒരു ദിവസത്തിന് ശേഷം അവരെ നേരിൽ തന്നെ വരണാധികാരിക്ക് മുന്നിൽ ഹാജരാക്കിക്കൊണ്ട് അവരെ കൊണ്ട് പറയിപ്പിക്കുന്നു. ഞാൻ സ്വന്തം നിലയ്ക്ക് പിൻവാങ്ങിയാണെന്ന് പറയിപ്പിക്കുന്നു. അതിനുശേഷം മറ്റു ചില വാർഡുകളിൽ സംഭവിച്ചത് നാമനിർദ്ദേശ പത്രികയിൽ പിന്താങ്ങിക്കൊണ്ട് ഒപ്പിട്ടവരെ കൊണ്ട് വരണാധികാരിക്ക് മുൻപാകെ കൊണ്ടുപോയി പറയുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചവർ അവർക്കൊപ്പം തന്നെ എത്തുകയും ചെയ്യുന്നു. അതോടൊപ്പം തങ്ങളെല്ലാം ഒപ്പിട്ടെന്ന് പറയുന്നത് തങ്ങളുടെ ഒപ്പ് വ്യാജമാണെന്ന് പറയുന്ന ഇത്തരത്തിലാണ് നാമനിർദ്ദേശ പത്രിക തള്ളുന്ന സാഹചര്യം ഉണ്ടായത്. 2 പത്രികകൾ ഒപ്പിട്ട ആളുകൾ തന്നെ വന്ന് പറഞ്ഞെങ്കിലും അത് വരണാധികാരി അംഗീകരിക്കാൻ തയ്യാറായില്ല. അവരുടെ മൊഴിയിലെ വൈരുദ്ധ്യമായിരുന്നു ഇതിന് കാരണമായി മാറിയത്. മലപ്പട്ടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവിടെ മലപ്പട്ടത്തിലെ ഒരു വാർഡിൽ നിത്യശ്രീ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി വരണാധികാരിക്ക് മുന്നിൽ തന്നെ നേരിട്ട് തന്നെ ചെന്നെത്തിയായിരുന്നു ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നത്. അതിൻ്റെ ഒപ്പ് ഈ നാമനിർദ്ദേശ പത്രികയിലെ ഒപ്പ് അവർ നേരിട്ട് അവരുടെ മുന്നിൽ ഇടുകയും ചെയ്തു. എന്നാൽ സൂക്ഷ്മ പരിശോധനാ ദിവസം 50ഓളം വരുന്ന CPM പ്രവർത്തകർ ഈ സൂക്ഷ്മ പരിശോധനാ ഹാളിലേക്ക് കയറിക്കൊണ്ട് ഭീഷണിപ്പെടുത്തുന്നു. വരണാധികാരി ഭീഷണിക്ക് വഴങ്ങുന്നു. വരണാധികാരി പറയുന്നു നിത്യശ്രീയുടെ ഒപ്പ് വ്യാജമാണെന്ന് പ്രഖ്യാപിക്കുന്നു. നിത്യശ്രീയുടെ ഒപ്പ് വ്യാജമായതുകൊണ്ട് തന്നെ പത്രിക തള്ളുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇത് സംബന്ധിച്ച് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉൾപ്പെടെ പരാതി നൽകുകയും ചെയ്യുന്നു. എന്നാൽ പരാതിയിൽ കാര്യമായ നടപടികൾ ഉണ്ടാവുന്നില്ല. കണ്ണൂരിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കണ്ണൂരിൽ വലിയ പോരാട്ടത്തിലേക്കാണ് പോകുന്നത്. കണ്ണൂരിൽ ഓരോ ദിവസം കഴിയുന്തോറും തമ്മിലുള്ള ചൂടും വാശിയും കൂടിക്കൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് കൂടുതൽ സീറ്റുകൾ നേടാനുള്ള പോരാട്ടമാണ് ഇരു മുന്നണികളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. കണ്ണൂർ കോർപ്പറേഷൻ നിലനിർത്തുന്നപ്പം അതോടൊപ്പം തന്നെ ഇരിട്ടി മുനിസിപ്പാലിറ്റി അതോടൊപ്പം തളിപ്പറമ്പ് ഉൾപ്പെടെയുള്ള പാനൂർ മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ വിജയം നേടാനുള്ള ശ്രമത്തിലാണ് UDF. അതോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്തിലും മികച്ച വിജയം നേടാനുള്ള ശ്രമത്തിലാണ് UDF ഉള്ളത്. എന്തായാലും ഒന്നുറപ്പാണ്, CPM ഗുണ്ടായിസമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപേ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്ഥാനാർത്ഥികൾ മാത്രമല്ല വരണാധികാരികൾ വരെ CPM-ന്റെ ഭീഷണിക്ക് ഇരയാകുന്നുണ്ട്. എന്തായാലും CPM-ന്റെ ഈ ഗുണ്ടാ വിളയാട്ടത്തിന് മുന്നിൽ അടിയറവ് വയ്ക്കില്ല എന്ന് തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട്. രാഷ്ട്രീയമായും നിയമപരമായും ഇത്തരം നെറുകേടുകളെ നേരിടുമെന്ന് പ്രതിപക്ഷ നേതാവ് തന്നെ വ്യക്തമാക്കുകയാണ്. സ്ഥാനാർത്ഥി ഒപ്പിട്ട് കൊടുത്തിട്ട് ഇത് സ്ഥാനാർത്ഥിയുടെ ഒപ്പാണെന്ന് പറഞ്ഞിട്ട് റിട്ടേണിംഗ് ഓഫീസർ പറയാണ് സ്ഥാനാർത്ഥിയുടെ ഒപ്പല്ല. 3 ഒപ്പിൽ ഒരെണ്ണം പറയാണ്. റിട്ടേണിംഗ് ഓഫീസർ പറയാണ് എന്റെ ഒപ്പാണെന്ന് പറഞ്ഞിട്ടും മനഃപൂർവ്വമായിട്ട്. പിന്നെ ഭീഷണി കൊന്നുകളയെന്നാണ് പറയുന്നത്. നോമിനേഷൻ കൊടുത്തു കഴിഞ്ഞാൽ കൊന്നുകളയെന്ന് പരസ്യമായിട്ട് പറയാണ്. എത്ര വോയിസ് റെക്കോർഡ്സ് പുറത്തു വന്നു. ഇതൊക്കെ ഈ മുഖ്യമന്ത്രിയുടെയും പാർട്ടി സെക്രട്ടറിയുടെയും ജില്ലയിൽ നടക്കുന്ന സംഭവങ്ങളാണ്. ആളുകളെ പാർട്ടിക്കാര് റിബൽ കൊടുത്തപ്പോ നിന്നെ തട്ടിക്കളയെന്ന് പാർട്ടി ഏരിയ സെക്രട്ടറി ഭീഷണിപ്പെടുന്നതാണ്. ഫോണിൽ കൂടി നിന്നെ ഇല്ലാതാക്കും. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കൊന്നുകളയെന്ന് പറയാ. ആ രീതിയിലാണ്. അപ്പൊ BJP ഇവരും തമ്മിൽ എന്ത് വ്യത്യാസമുള്ളത്? എത്ര അതിക്രമമാണ് നടക്കുന്നത്. ഉദ്യോഗസ്ഥന്മാരെ ഉപയോഗിച്ച് നിസാരകാരം പറഞ്ഞ് നോമിനേഷൻ തള്ളിക്കുകയാണ്. ഇപ്പൊ ഇവിടെ ആലങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനിൽ ഖാദി ബോർഡിലെ താൽക്കാലിക ജീവനക്കാരിയാണ് എന്ന് പറഞ്ഞ്
ഞങ്ങളുടെ ഒരു സ്ഥാനാർത്ഥിയുടെ നോമിനേഷൻ തള്ളി. കാസർഗോഡും കണ്ണൂരിലും ഈ ഖാദി ബോർഡിലെ ഇവര് ചെയ്യുന്ന അതേ ജോലി ചെയ്യുന്ന 4 പേരുടെ നോമിനേഷൻ അവിടെ സ്വീകരിച്ചു. അതേ കാര്യം, അതേ ജോലി ചെയ്യുന്നവരുടെ ഇവിടെ തള്ളി. അത് ആ 4 പേരുടെ പേരും ഞങ്ങളിവിടെ ഹാജരാക്കി, അവിടെ നോമിനേഷൻ സ്വീകരിച്ചു എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇവിടുത്തെ റിട്ടേണിംഗ് ഓഫീസറോട് പ്രധാനപ്പെട്ട ആളുകൾ വിളിച്ചു പറയുകയാണ് അത് സ്വീകരിക്കേണ്ടത്. ഇങ്ങനെ കേരളത്തിൽ ആദ്യമായിട്ടാണ് റിട്ടേണിംഗ് ഓഫീസർമാരെ വരെ മുകളിൽ നിന്ന് പറഞ്ഞു നിയന്ത്രിക്കുക. ഇവിടുത്തെ കടമക്കുടി ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ തെറ്റുപറ്റിയപ്പോൾ കറക്റ്റ് ചെയ്ത് 3 മണിക്ക് മുമ്പ് അകത്ത് കയറാൻ നോക്കിയപ്പോൾ പോലീസും ആളുകളും ചേർന്ന് ആ സ്ഥാനാർത്ഥിയെ അകത്ത് കയറ്റിയില്ല. 3 മണിക്ക് മുമ്പ് ഇത് കൊണ്ടുവന്ന് കൊടുത്താൽ എത്രയോ സ്ഥാനാർത്ഥികളുണ്ട് അവർ കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. കൊടുത്തപ്പോൾ കയറ്റിയില്ല, പുറത്തു നിർത്തി. എന്നിട്ട് ആ നോമിനേഷൻ തള്ളി. ഇതുതന്നെയാണ് പ്രധാനപ്പെട്ട ചോദ്യം. BJPയും CPMും തമ്മിൽ എന്താണ് വ്യത്യാസം? രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കൂട്ടുപിടിച്ച് BJP നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ഏകാധിപത്യത്തിന്റെ മറ്റൊരു രൂപമല്ലേ കേരളത്തിൽ CPMും കാട്ടിക്കൂട്ടുന്നത്? ഉദ്യോഗസ്ഥരെ കൂട്ടുപിടിച്ച് തങ്ങൾക്ക് അനുകൂലമായി തെരഞ്ഞെടുപ്പ് മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്നു. എതിർ സ്ഥാനാർത്ഥികൾ കരുത്തരാണെന്ന് അറിഞ്ഞാലോ ഏതു വിധേനയും അവരെ ഭീഷണിപ്പെടുത്തി സ്ഥാനാർത്ഥിത്വം പിൻവലിപ്പിക്കും. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറയുന്നത് പോലെ ജനാധിപത്യ സംവിധാനത്തെ തകിടം മറിക്കാൻ തയ്യാറെടുക്കുന്ന ആ ഗൂഢസംഘത്തിലെ മറ്റൊരു കക്ഷിയായി കേരളത്തിലെ CPM മാറുന്നത് ജനാധിപത്യ ഇന്ത്യക്ക് തന്നെ അപമാനകരമാണ്. എന്റെ അപ്പൻ ഒന്നേ ഉള്ളു, അത് വാഴക്കാട്ട് രാഘവനാണ്. എന്നിട്ട് ഞങ്ങൾ തന്നെ നിങ്ങളെ കൊല്ലേണ്ടി വരുമോ? ഞങ്ങൾ തന്നെ നിങ്ങളെ കൊല്ലേണ്ടി വരും. ജനാധിപത്യത്തെ കശാപ്പ് ചെയ്താണ് തിരഞ്ഞെടുപ്പിന് മുൻപേ കണ്ണൂരിൽ CPM സ്ഥാനാർത്ഥികൾ വിജയം ആഘോഷിക്കുന്നത്. ഗുണ്ടായിസം കാട്ടിയും ഭയപ്പെടുത്തിയും എതിർ സ്ഥാനാർത്ഥികളെയോ എതിർ രാഷ്ട്രീയത്തെയോ അനുവദിക്കാത്ത ഒരു പാർട്ടിയുടെ കാടത്തമാണ് CPMന്റെ ആഘോഷങ്ങളിലൂടെ പുറത്തുവരുന്നത്. സംസ്ഥാന സെക്രട്ടറിയുടെ വാർഡിൽ പോലും CPM ക്രിമിനലുകൾ UDF സ്ഥാനാർത്ഥികളാകാൻ തയ്യാറായവരെ ഭീഷണിപ്പെടുത്തി. പഞ്ചായത്തിലും സ്വന്തം വാർഡിലും ജില്ലയിലും ജനാധിപത്യവും സ്വാതന്ത്ര്യവും അനുവദിക്കാത്ത പിണറായി വിജയനും MV ഗോവിന്ദനുമാണ് ഫാസിസ്റ്റ് വിരുദ്ധ ക്ലാസ് എടുക്കുന്നത്. ജനാധിപത്യത്തിന് തന്നെ അപമാനമാണിത്. UDF സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രികകൾ സൂക്ഷ്മ പരിശോധനയിൽ നിയമവിരുദ്ധമായി തള്ളാൻ CPM ഫ്രാക്ഷൻ പോലെ ഒരു സംഘം തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ പ്രവർത്തിച്ചു. CPM ക്രിമിനൽ സംഘത്തിന്റെ ഭീഷണിയുള്ള കണ്ണൂർ ജില്ലയിലെ മലപ്പട്ടത്തും കണ്ണപുരത്തും ആന്തൂരിലും ഇത് വ്യക്തമായിരുന്നു. മലപ്പട്ടം പഞ്ചായത്തിൽ UDF സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളാൻ വരണാധികാരിക്ക് മുന്നിൽ സ്ഥാനാർത്ഥിയിട്ട ഒപ്പ് വ്യാജമാണെന്ന വിചിത്രമായ കണ്ടെത്തലാണ് ഉദ്യോഗസ്ഥൻ നടത്തിയത്. എറണാകുളം കടമക്കുടി ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ തിരുത്തിയ പത്രിക സമർപ്പിക്കാനെത്തിയ UDF സ്ഥാനാർത്ഥി വരണാധികാരിക്ക് മുന്നിൽ എത്തുന്നത് വൈകിപ്പിക്കാൻ പോലീസ് ഉദ്യോഗസ്ഥർ ശ്രമിച്ച സംഭവവും ഉണ്ടായി. പാലക്കാട് അട്ടപ്പാടിയിൽ എതിർ സ്ഥാനാർത്ഥിയെ തട്ടിക്കളയുമെന്നാണ് CPM ലോക്കൽ സെക്രട്ടറിയുടെ ഭീഷണി. ആവേശപ്പെടേണ്ട ആവശ്യമില്ല, നമുക്ക് നമ്മുടെ പാർട്ടിയെ തോപ്പിക്കാൻ പാടില്ല. എനിക്ക് ഇനി നമ്മുടെ പാർട്ടിയൊന്നുമില്ല. പിന്നെ ആകാശത്തും മേലോട്ട് നോക്കിയാൽ ആകാശവും കീഴോട്ട് നോക്കിയാൽ ഭൂമി. അത് പറ്റില്ലെന്ന് അത് പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ കാണിച്ചിരിക്കുന്ന കൊള്ളയൊക്കെ ഞാൻ പറയാ. എന്റെ സാഞ്ചേട്ടൻ ഒന്ന് പറയണിക്ക് ഇത് തോറ്റാലും ജയിച്ചാലും ഞാൻ ഇനി ഇത് ഏത് ഒടയതമ്പുരാം എന്ന് പറഞ്ഞാലും ശരി, എനിക്ക് വോട്ട് ചിലപ്പോ കിട്ടിയിട്ടില്ലെങ്കിൽ മാറില്ല. സാക്ഷാൽ ഒടയതമ്പുരാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അപ്പൻ ഒന്നേ ഉള്ളു, അത് വാഴക്കാട്ട് രാഘവനാണ്. എന്നിട്ട് ഞങ്ങൾ തന്നെ നിങ്ങളെ കൊല്ലേണ്ടി വരുമോ? ഞങ്ങൾ തന്നെ നിങ്ങളെ കൊല്ലേണ്ടി വരും. അത് നിങ്ങൾ പറഞ്ഞ ഇപ്പൊ ഇവിടെ ഇവനെ കൊന്നില്ലേ, അവനെ കൊന്നിട്ട് നമ്മൾ അത് ഇപ്പൊ സ്നേഹത്തോട് സംസാരിച്ചു. പിന്നെന്താ ഇനി അത് പറ്റില്ലെന്ന്. ഇനി അത് പറ്റില്ലെന്നോ? അതാ സാഞ്ചേട്ടാ, എന്താണ് പ്രശ്നം? നിങ്ങളെ എന്നെ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞോ. തട്ടിക്കോ. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഖാദി ബോർഡിലെ താൽക്കാലിക ജീവനക്കാരായ 4 CPM സ്ഥാനാർത്ഥികളുടെ പത്രിക അംഗീകരിച്ച തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എറണാകുളം ആലങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥിയുടെ പത്രിക ഖാദി ബോർഡ് താൽക്കാലിക ജീവനക്കാരിയാണെന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് തള്ളിയത്. തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ പക്ഷപാതപരമായ നടപടിയെ UDF നിയമപരമായി നേരിടുമെന്ന് നേതാക്കൾ വ്യക്തമാക്കി കഴിഞ്ഞു. ഗവൺമെന്റിന്റെ ഇടപെടലുകൾ ഇപ്പോഴും പല സ്ഥലത്തും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. കണ്ണൂർ DCC പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്, കണ്ണൂരിലെ മലപ്പട്ടത്തെ ഒരു സ്ഥാനാർത്ഥിയുടെ കോൺഗ്രസിന്റെ
ഒരു സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രിക തള്ളിയത്. അതിന്റെ സ്ക്രൂട്ടിനിയിൽ ആ സ്ഥാനാർത്ഥി തന്നെ ഉണ്ടായിരുന്നു. 3 സ്ഥലത്ത് ഒപ്പിടേണ്ടതിൽ ഒരു സ്ഥലത്ത് ഈ സ്ഥാനാർത്ഥിയുടെ ഒപ്പല്ല, ഒപ്പിന്റെ അകത്ത് ചെറിയ വ്യത്യാസം എന്നാ പറഞ്ഞത്. സ്ഥാനാർത്ഥി പറഞ്ഞു 2 സ്ഥലത്ത് ഒപ്പിട്ട സ്ഥാനാർത്ഥി സ്വാഭാവികമായിട്ടും 3ാമത്തെ സ്ഥലത്തും ആ സ്ഥാനാർത്ഥിയിൽ ഒപ്പിടുള്ളൂ. ഇനി എന്റെ ഒപ്പല്ല എന്ന് ആരെങ്കിലും ഡിസ്പ്യൂട്ട് ചെയ്താൽ ഞാൻ തന്നെ റിട്ടേണിംഗ് ഓഫീസർ മുമ്പിൽ പറയാണ് ഇത് എന്റെ ഒപ്പാണ്. ആ സ്ഥാനാർത്ഥി തന്നെ നേരിട്ട് റിട്ടേണിംഗ് ഓഫീസറിന്റെ മുമ്പിൽ പറഞ്ഞു ഇത് എന്റെ ഒപ്പാണെന്ന് പറഞ്ഞിട്ടും ആ നോമിനേഷൻ സ്വീകരിക്കാതെ തള്ളുകയാണുള്ളത് ഉണ്ടായത്. ചില സ്ഥലത്ത് ഭീഷണിപ്പെടുത്തി. അതിനിടയിലാണ് BJPയുടെ ചില കുൽസിത നീക്കങ്ങൾ. പാലക്കാട് നഗരസഭയിലെ 50-ാം വാർഡിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി രമേശ് കെയുടെ സ്ഥാനാർത്ഥിത്വം പിൻവലിപ്പിക്കാൻ BJP ശ്രമമെന്ന് പരാതി. മത്സരത്തിൽ നിന്ന് പിന്മാറിയാൽ പണം തരാമെന്ന് നേതാക്കൾ വീട്ടിലെത്തി വാഗ്ദാനം ചെയ്തെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. നിലവിലെ സ്ഥാനാർത്ഥിയും കൌൺസിലറും ഉൾപ്പെടെ തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ച് സ്ഥാനാർത്ഥിയെ സ്വാധീനിക്കാൻ ശ്രമിച്ചെന്ന് VK ശ്രീകണ്ഠൻ MP ആരോപിച്ചു. കേരളത്തിൽ BJP ഏത് CPM ഏത് എന്ന് തിരിച്ചറിയാനാകാത്ത നിലയിലാണ് ഇന്നത്തെ അവസ്ഥ. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറയുന്നതുപോലെ ജനാധിപത്യ സംവിധാനത്തെ തകിടം മറിക്കാൻ തയ്യാറെടുക്കുന്ന ആ ഗൂഢസംഘത്തിലെ മറ്റൊരു കക്ഷിയായി കേരളത്തിലെ CPM മാറുന്നത് ജനാധിപത്യ ഇന്ത്യക്ക് തന്നെ അപമാനമാണ്. ജനാധിപത്യത്തെ കശാപ്പ് ചെയ്താണ് തെരഞ്ഞെടുപ്പിന് മുൻപേ കണ്ണൂർ അടക്കമുള്ള ജില്ലകളിൽ CPM സ്ഥാനാർത്ഥികൾ വിജയം ഇപ്പോൾ ആഘോഷിക്കുന്നത്. ഗുണ്ടായിസം കാട്ടിയും ഭയപ്പെടുത്തിയും എതിർ സ്ഥാനാർത്ഥികളെയോ എതിർ രാഷ്ട്രീയത്തെയോ അനുവദിക്കാത്ത ഒരു പാർട്ടിയുടെ കാടത്തമാണ് CPMന്റെ ഈ ആഘോഷങ്ങളിലൂടെ കേരളം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. CPM സംസ്ഥാന സെക്രട്ടറിയുടെ വാർഡിൽ പോലും CPM ക്രിമിനലുകൾ UDF സ്ഥാനാർത്ഥികളാകാൻ തയ്യാറായവരെ ഭീഷണിപ്പെടുത്തുമ്പോൾ കേരളത്തിലെ CPM എത്രമാത്രം അപജയത്തിലേക്ക് പോയി എന്ന് ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. എന്തായാലും ഒന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു, ഇതല്ല ദൈവത്തിൻ്റെ സ്വന്തം നാട്. ഇവിടെ ആന്തൂരിൽ വീടുകളിൽ കയറിയിറങ്ങി ഭീഷണിപ്പെടുത്തിയാണ് സപ്പോർട്ട് ചെയ്തവരെ നേരിട്ട് കൊണ്ടുവരികയാണ്. അവരെ തടഞ്ഞുവെച്ച് വീട്ടിൽ നിന്നും പൊക്കി റിട്ടേണിംഗ് ഓഫീസറുടെ അടുത്ത് കൊണ്ടുവരുന്നു, ഭീഷണിപ്പെടുത്തി. സാറിന് റിട്ടേണിംഗ് ഓഫീസറുടെ അടുത്ത് 5 പേരെ മാത്രമേ കയറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ റിട്ടേണിംഗ് ഓഫീസറുടെ അടുത്ത് ഒരുപാട് ആളുകൾ CPMന്റെ ഗുണ്ടകളടക്കം വരികയാണ്. അവരെ കൂട്ടിക്കൊണ്ട് വരികയാണ്, ഒപ്പിട്ടവരെ മുഴുവൻ. എല്ലാ വീടുകളും കയറി നിറങ്ങിയാണ് രാത്രിയിൽ. പേടിച്ച് വിറച്ച് കോൺഗ്രസ് പ്രവർത്തകർക്ക് താമസിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാകും. അവരോട് പറയുന്നത് നിങ്ങൾ ആന്തൂർ പഞ്ചായത്തിൽ താമസിക്കണമെങ്കിൽ ഞങ്ങൾ പറയുന്നത് കേൾക്കണം, നിങ്ങൾ നോമിനേഷൻ ഫോമിൽ ഒപ്പിടരുത്. ഒപ്പിട്ടവരോട് ഇപ്പോൾ പറയുന്നു നിങ്ങളത് വിഡ്രോവൽ എഴുതി കയ്യിൽ തരണം, ഞങ്ങളുടെ കൂടെ വരണം. അങ്ങനെയാണ് ലിവ്യ എന്ന് പറയുന്ന 26 ഡിവിഷനിലെ ആ സ്ത്രീയെ അവിടെ ഭീഷണിപ്പെടുത്തി തട്ടിക്കൊണ്ടുപോയാണ് അവർ ഇന്നലെ കഴിഞ്ഞ ദിവസം നോമിനേഷൻ്റെ ലാസ്റ്റ് ഡേ അവിടെ കൊണ്ടുപോയി സ്കൂട്ടറിങ്ങിൻ്റെ സമയത്ത്. ഇപ്പോൾ വിഡ്രോവലിൻ്റെ സമയത്തും അവരെ അവിടെ നേരിട്ട് കൊണ്ടുവരികയാണ്. അവരുടെ കയ്യിലായിരുന്നു, കസ്റ്റഡിയിലായിരുന്നു. ഇപ്പോൾ പറയുന്നത് കസ്റ്റഡിയിലല്ല എന്ന് സ്വയമേ അവർ പറഞ്ഞു എന്നാണ്. അങ്ങനെയല്ലേ പറയുകയുള്ളൂ. അല്ല കസ്റ്റഡിയിൽ തട്ടിക്കൊണ്ടുപോയതാണ് എന്ന് പറഞ്ഞാൽ ആ സ്ത്രീക്ക് അവിടെ താമസിക്കാൻ പറ്റില്ല. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. കഴിഞ്ഞ ദിവസം മഠപ്പട്ടത്തിലെ നിത്യശ്രീ എന്ന് പറയുന്ന നോമിനേഷൻ കൊടുത്ത സ്ഥാനാർത്ഥി നേരിട്ട് മലപ്പട്ടത്തെ റിട്ടേണിംഗ് ഓഫീസറിന് മുന്നിൽ പറയുന്നു ഞാനാണ് ഒപ്പിട്ടത് എന്ന് പറയുമ്പോൾ നീയല്ല ഒപ്പിട്ടത്, ഇത് വ്യാജ ഒപ്പാണ് എന്ന് റിട്ടേണിംഗ് ഓഫീസർ പറയുന്നു. ആ സ്ത്രീ പിറ്റേ ദിവസം ക്ഷേത്രത്തിൽ പോകുമ്പോൾ ആളുകളെ കൂടി നിന്ന് അവരെ അപമാനിക്കുന്നു. എങ്ങനെയാണ് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ പൊതുപ്രവർത്തന രംഗത്ത് ഇറങ്ങുക? എന്തൊരു മോശമായ സമീപനമാണ് ഇവർ സ്വീകരിക്കുന്നത്. ഇവർക്ക് മത്സരിച്ചിട്ട് വിജയിച്ചാൽ പോരെ, ഞങ്ങൾ ആരെയും ഭീഷണിപ്പെടുത്താനൊന്നും പോകുന്നില്ലല്ലോ. ഇത് ജനാധിപത്യ സംസ്ഥാനമാണ്. ഇവിടെ ജനങ്ങൾക്ക് നീതിപൂർവമായി വോട്ട് ചെയ്യാനും ആര് അവരുടെ സ്ഥാനാർത്ഥികളായി വരണം എന്നുള്ളതിനെക്കുറിച്ച് നിർണ്ണയിക്കുന്നതിനുമൊക്കെയുള്ള അവകാശമുണ്ട്. അതിനെയാണ് CPM ഈ രീതിയിൽ കൊണ്ടു നടക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ആലോചിക്കണം.
ഇത്തരം തീരുമാനങ്ങളെടുത്ത് റിട്ടേണിംഗ് ഓഫീസർ അവിടെ മര്യാദയ്ക്ക് ഇനി കുത്തിയിരിക്കുമെന്ന് വിശ്വസിക്കണ്ട. കാരണം ഇവിടെ ഭരണം മാറി വരും. ഇത് തോന്നിവാസമാണ് ശരിക്കും പറഞ്ഞാൽ ചെയ്തിരിക്കുന്നത്. ഒരു സ്ത്രീ ഒരു നോമിനേഷൻ കൊടുത്തൊരു സ്ത്രീ പറയുന്നു, നിത്യശ്രീ എന്ന് പറയുന്ന ആ പെൺകുട്ടി പറയുന്നു ഞാനാണ് അവിടെ ഒപ്പിട്ടത് എന്ന് പറയുമ്പോൾ അതല്ല എന്ന് പറയുന്ന റിട്ടേണിംഗ് ഓഫീസർ ആ കാണിച്ചിരിക്കുന്നത് സത്യത്തിൽ തോന്നിവാസമാണ്. ആ റിട്ടേണിംഗ് ഓഫീസറുടെ ഒപ്പ് ആ ഫോം എടുത്ത് നോക്കിയാൽ മനസ്സിലാവും ഇട്ട ഒപ്പുകൾ മുഴുവൻ വ്യത്യസ്തമാണ്. അതിനാര് മറുപടി പറയും? അപ്പോൾ റിട്ടേണിംഗ് ഓഫീസറെ അദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് മാറ്റി നിർത്തുമോ? അദ്ദേഹത്തെ ഇനി റിട്ടേണിംഗ് ഓഫീസറായി മലപ്പട്ടം പഞ്ചായത്തിൽ അദ്ദേഹത്തെ നിർത്തുന്നത് ശരിക്കും എന്താണ് ഈ തെരഞ്ഞെടുപ്പിൽ കാണുന്നത് ഏറ്റവും വലിയ അസംബന്ധമായി മാത്രമേ നമുക്ക് കാണാൻ വേണ്ടി കഴിയൂ. ഇത് ഇവിടെ എനിക്ക് എടുത്തു പറയാനുള്ള ഒരു വിഷയം, ഇത് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്ററേയും അദ്ദേഹത്തിൻ്റെ ഭാര്യ അവിടുത്തെ മുനിസിപ്പൽ ചെയർമാനായിട്ടുള്ള വ്യക്തി കൂടിയാണ്. അവർ രണ്ടുപേരും അവരുടെയാണ് ഇന്നിപ്പോൾ പ്രകടനം നടക്കുക, അവരാണത് കോർഡിനേറ്റ് ചെയ്യുന്നത്. അവരുടെ സ്ഥാനത്ത് വേറെ സ്ഥാനാർത്ഥികൾ വേണ്ട എന്ന് അവർ തീരുമാനിക്കുകയാണ്. ഇത് എവിടുത്തെ രാഷ്ട്രീയമാണ്? എന്താണ് പരാജയവിധിയുണ്ട്? ഞാൻ പറഞ്ഞില്ലേ, ആന്തൂരെ സാജന്റെ മരണം ആത്മഹത്യ. ആ ആത്മഹത്യ ഇന്നും അവരെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. CPM അല്ലാത്ത സ്ഥാനാർത്ഥികളെ ഭീഷണിപ്പെടുത്തി പിൻവാങ്ങിപ്പിക്കുവാൻ ശ്രമം നടക്കുന്നതായി അറിയാൻ സാധിച്ചു. പലയിടങ്ങളിലും അങ്ങനെ ശ്രമം നടന്നതായും അറിയാൻ സാധിച്ചു. ഇത് ജനാധിപത്യ കേരളത്തിന് അപമാനകരമാണ്. CPM എന്ന് പറയുന്ന പാർട്ടി ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നില്ലേ? ജനാധിപത്യത്തിന് വേണ്ടിക്കൊണ്ട് വാതോരാതെ സംസാരിക്കുന്ന CPM-ന് പറയുന്ന പാർട്ടിയുടെ ഈ അനുഭവം ഈ ജനാധിപത്യ കേരളത്തിന് ആകെ നാണക്കേടും ജനാധിപത്യ കേരളം ലജ്ജിച്ച് തല്ലാൻ സംഭവം മാറിയിരിക്കുന്നു. കണ്ണൂരിലെ ചില പാർട്ടി ഗ്രാമങ്ങളിൽ പാർട്ടിയാണ് എല്ലാം തീരുമാനിക്കുന്നത്. ഹിസ് കമൻസ് ആർ ലോ എന്ന് പറയുന്നത് പോലെ പാർട്ടിയുടെ തീരുമാനങ്ങളാണ് അവിടുത്തെ നീതിയും അവിടുത്തെ നിയമവും. മാത്രവുമല്ല, അവിടെ ഒരാൾ എന്ത് ചെയ്യണമെന്നും എന്ത് എഴുതണമെന്നും എന്ത് പറയണമെന്നും ഏത് വസ്ത്രം ധരിക്കണം തീരുമാനിക്കുന്ന പാർട്ടിയാണ്. ഇതിനെയാണല്ലോ ഫാസിസം എന്ന് പറയുക. കേന്ദ്രത്തിൽ നരേന്ദ്രമോദിയുടെയാണ് പാർട്ടിയാണ് ഫാസിസ്റ്റ് എങ്കിൽ കേരളത്തിൽ പിണറായി വിജയന്റെ പാർട്ടി നമ്പർ 1 ഫാസിസ്റ്റായി അതപ്പതിച്ചിരിക്കുന്നു. CPM സംസ്ഥാന സെക്രട്ടറി നാട്ടിലും കേരളത്തിന്റെ മുഖ്യമന്ത്രി നാട്ടിലുമാണ് ഈ ജനാധിപത്യ ദോഷം നടക്കുന്നുള്ളത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഒരു കാര്യം ഉറപ്പിച്ചു പറയാൻ സാധിക്കും, ഇന്ന് ഈ രാജ്യത്തിലെ ജനാധിപത്യ ഇന്ത്യയിലെ ആന്റി ഡെമോക്രാറ്റിക് പാർട്ടിയായി CPM മാറിയിരിക്കുന്നു. ഈ ജനാധിപത്യ വിരുദ്ധ നിലപാടിന് ഈ തെരഞ്ഞെടുപ്പിൽ കടുത്ത വില CPM നൽകേണ്ടി വരും. അതുമാത്രവുമല്ല, ഈ ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ പ്രതികരിക്കുവാൻ ഈ നാട്ടിലെ ഈ സംസ്ഥാനത്തിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും തയ്യാറാവണം. എത്ര വലിയ ഭീഷണിയും എത്ര വലിയ വാണിംഗ് താക്കീതും എത്ര വലിയ അക്രമം ഉണ്ടായാലും ജനാധിപത്യ സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിൽ കോൺഗ്രസ് പ്രതിജ്ഞാബദ്ധമായി മുന്നിലുണ്ടാവും. കേരളക്കര ചർച്ച ചെയ്ത മറ്റൊരു പ്രധാനപ്പെട്ട ജനകീയ വിഷയവുമായി നാളെ ഇതേ സമയം വീണ്ടും കാണാം. ജയ് ഹിന്ദ്.